എടാ സഞ്ജു വന്നില്ലേ? അവൻ എന്തേ? അവൻ എല്ലാരും വിളിച്ചിട്ട് അവൻ എത്തിയില്ല ഇതുവരെ. എനിക്കറിയില്ല. ആ പഹനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. എടുക്കൂല. അല്ലെങ്കിൽ ആവശ്യം നേരത്തെ അവനെ വിളിച്ച ഫോൺ എടുക്കൂല. അവനെ റോഷന്റെ പാതിയാ. അത് പറഞ്ഞപ്പോഴാ റോഷൻ എന്താ എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് വരുമെന്ന് പറഞ്ഞിട്ട് നീ അവനെ പെരുവഴിയിൽ ഇറക്കി വിട്ടോ? ഒവ്വ, ഇങ്ങനെ പോയ ആ നാറ് എന്നെയാ പെരുവഴിയിലാക്കാൻ പോകുന്നേ. അതെനിക്ക് നേരത്തെ അറിയാവുന്നതാ. അവന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാരും പെരുവഴിയിലാകുന്നു. അതൊക്കെ വിട്. അവൻ എന്താ എന്നിട്ട്? അവനാ സോഫിയുടെ അടുത്ത് സൊള്ളി നിൽക്കുന്നുണ്ട്. ഏത് സോഫി? BA കമ്പ്യൂട്ടർ സയൻസോ? നിന്റെ പുറകെ നടക്കുന്നുള്ളൂ. അവളോ? എന്നാടാ ഇടിക്കുന്നേ? എങ്ങനെയാടാ ചിരിക്കാതിരിക്കുന്നേ? നിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് ചിരിക്കാതിരിക്കാൻ വയ്യ. അല്ലടാ, അവനവിടെ എന്തെടുക്കുവാ? എനിക്കൊന്നും അറിയാൻ മേല. വേണമെങ്കിൽ നീ പോയി നോക്ക്. ഒന്ന് മാറി പെങ്ങന്മാരെ, ഫൈസിക്ക് ഒന്നങ്ങോട്ട് പൊക്കോട്ടെ. നീ ഇതെങ്ങോട്ടാ? സതീഷർ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ സാറിനെ പിന്നെ കണ്ടോളാം. ഇപ്പൊ കുറച്ച് അത്യാവശ്യം ഉണ്ടായിനോ? എവിടെ നോക്കിയാണോ നടക്കുന്നേ? തനിക്ക് കണ്ണൊന്നും കണ്ടൂടെ? രണ്ട് കോയിമുട്ട പോലത്തെ കണ്ണുണ്ടല്ലോ നിനക്ക്. എന്നിട്ടാണോ നമ്മുടെ നെഞ്ചത്തോട്ട് കേറുന്നേ? എന്താണോ നോക്കി പഠിപ്പിക്കുന്നേ? തന്നോട് ചോദിച്ചു കേട്ടില്ലേ? തനിക്ക് കാണുന്നില്ലേ? അത് ഞാൻ കണ്ടില്ല കുട്ടി, അറിയാതെ പറ്റിയതാ, ക്ഷമിക്കേ. പിന്നെ നമ്മുടെ നെഞ്ചത്തോട്ട് കയറി വന്നതും പോരാഞ്ഞ് ക്ഷമിക്കാനോ? ഇതെങ്ങാനും നമ്മുടെ ഒപ്പ് അറിഞ്ഞ് നിങ്ങളുടെ മയ്യത്തെടുക്കും. മയ്യത്തൊക്കെ പിന്നെ എടുക്കാം എന്റെ ഉമ്മച്ചിക്കുട്ടി. ഞാനിപ്പോ ഒന്ന് പൊക്കോട്ടെ, അത്യാവശ്യമായതുകൊണ്ടാ. അപ്പൊ ശരി ഏട്ടാ, വൈകിട്ട് ഇറങ്ങുമ്പോ വിളിക്കാവേ. അമ്പാടി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏട്ടനെ വിളിക്കണം. പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കരുത് കേട്ടോ. നിന്റെ കുസൃതി ഒന്നും കാണിക്കുന്ന സ്ഥലമല്ല ഇത്. ഏട്ടൻ വൈകിട്ട് വരാം. പിന്നെ കല്ലു, നീ ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചേക്കണേ. ഇവൾക്ക് ഇപ്പോഴെല്ലാം കുട്ടിക്കളയാ, നിനക്കറിയാലോ ഇവിടെ. ശരി ഭരത്തേട്ടാ, ഏട്ടൻ പേടിക്കണ്ട, ഞാൻ ഇവിടെ നോക്കിക്കോളാം. എനിക്ക് ഞാൻ പോട്ടെ മോളെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിന്നെ ക്ലാസ്സിലാക്കിയിട്ട് പോകാം. അയ്യോ എന്റെ ഏട്ടാ, ഞാൻ എന്റെ കുഞ്ഞു കുട്ടി എങ്ങാനാണോ? ക്ലാസ് ഒക്കെ ഞങ്ങൾ രണ്ടുപേരോട് കണ്ടുപിടിച്ചോളാം. ഏട്ടൻ പൊക്കോ, ഇല്ലെങ്കിൽ ഇന്ന് ഓഫീസിലെത്തുമ്പോ നേരം വൈകും. ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ. അമ്പാടി, ക്ലാസ്സിൽ എത്തിയിട്ട് നീ എന്നെ വിളിക്കണേ. വിളിക്കാ ഏട്ടാ. എന്റെ റോഷ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാടാ നിന്റെ ഫ്രണ്ടിനൊന്ന് വളക്കാൻ. എത്ര നാളായി ഞാനിങ്ങനെ അങ്ങേരുടെ പുറകെ നടക്കുന്നു. നിനക്കൊന്നെങ്കിലും ഉപദേശിക്കെങ്കിലും ചെയ്തൂടെടാ. എന്റെ പൊന്നു സോഫി കൊച്ചി, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം. ഇക്കണ്ട ചെക്കന്മാരൊക്കെ കൊണ്ടായിട്ട് നീ എന്നാത്തിനടി അവന്റെ നെഞ്ചത്തോട്ട് കയറുന്നേ? ആ കഴുതക്കാണെങ്കിൽ ഇതൊന്നും അറിയാനും മേല. അവനിതൊന്നും ആസ്വദിക്കാനുള്ള കഴിവില്ലടി കൊച്ചേ. നീ വേറെ നല്ല ചുറുചുറുക്കുള്ള ചെക്കന്മാരെ പിടി. ഈ എന്നെ പോലെ. ആരെ പോലെ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് എന്താ ക്ലാസ്സിൽ കയറാൻ സമയമായില്ലേ? ഇങ്ങനെ കറങ്ങി നടക്കാതെ പോയി ക്ലാസ്സിൽ കയറാൻ നോക്ക്. നീയൊന്നവിടെ നിന്നേ റോഷ. അയ്യോ ഇച്ചായ, ക്ലാസ്സിൽ കയറാൻ നേരായി, പിന്നെ കാണാവേ. എടാ നിക്കടാ റോഷ. നിന്നെ ഞാൻ പിന്നെ എടുത്തോളൂടാ. നീ വീട്ടിലേക്ക് തന്നെയാണല്ലോ വരുന്നേ? എന്ത് വലിയ കോളേജ് ആണല്ലേ കല്ലു. എന്ത് രസം ഇവിടെയൊക്കെ കാണാൻ. അത്ര രസമൊന്നുമില്ല. നീ കേട്ടല്ലേ ജാനകി പറഞ്ഞത്? ഇവിടെ ഇപ്പോഴും അടിയൻ തല്ലൊക്കെ നടക്കാറുണ്ടത്രേ. ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞതറക്കൂ ഇവിടെ വെക്കണ്ടെന്ന്. നീ എന്നിട്ട് ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? ഇനി ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് ഭഗവാന് മാത്രമേ അറിയൂ. എന്റെ പൊന്നു കൃഷ്ണ, ഇവിടെ നിന്നും പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് നീ ഒരു കുഴപ്പവും ഉണ്ടാകാൻ ഇടവരുത്തരുതേ. എന്റെ കല്ലുക്കുട്ടി, നീ ഇങ്ങനെ പേടിച്ചാലോ? കോളേജ് ആകുമ്പോ അല്ലാതെ ചില്ലറ ഫൈറ്റ് ഒക്കെ ഉണ്ടാകും. അതൊന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് രസാ. എടാ റോഷ, നിന്റെ കിന്നാരൊക്കെ കഴിഞ്ഞോടാ? ഒന്ന് പോടെ, എനിക്കിട്ട് വെക്കാണ്ട്. ഞാനിപ്പോ പറഞ്ഞതാണല്ലോ കുഴപ്പം. എടാ,
ഈ ചുന്ദരിമണികൾക്ക് ഇച്ചിരി സന്തോഷം കൊടുക്കുന്നതിനാണോടാ നീക്ക് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നേ? അവർക്കുല്ലേടാ ആഗ്രഹങ്ങള്, നമ്മള് വേണ്ടതൊക്കെ സാധിച്ചു കൊടുക്കാൻ. എന്തായാലും വാ, അധികം സന്തോഷിപ്പിക്കാൻ നിക്കണ്ട. ഫൈസി അവിടെ നോക്കി നിക്കുന്നുണ്ട്. ഇതാ കോവിലകല്ലേ? ഇവളെന്താ ഇവിടെ? ആരാടാ? എടാ, നമ്മൾ ഇന്നലെ ആ ക്ഷേത്ര പരിപാടിക്ക് വെച്ച് കണ്ടില്ലേ അവള്? ഓ, അതാണ്. അല്ല, നീ ഇതിപ്പോ എവിടൊക്കെയാ? ആ കുട്ടി ഇവിടെ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഒന്ന് പോയി ഇവിടെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ മോനെ നജി? എന്റെ പൊന്നു റോഷ, നിനക്കിത് എന്നാത്തിന്റെ കേടാ? ഇപ്പോഴല്ലേ നീ ആ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് വന്നേ? ഒന്ന് പോട ചെറുക്ക, നിനക്കൊക്കെ അസൂയാടാ. പാവപ്പെട്ട സുന്ദരിമണികൾക്ക് ഈ റോഷൻ സ്നേഹം വാരിക്കോരി കൊടുക്കുന്നതിനുള്ള അസൂയ. നീ ഇവിടെ ഇരുന്നു, ചേട്ടൻ പോയേച്ചും വരാം. നശിപ്പിച്ച് ഇവനെ ഞാൻ. എവിടെ നോക്കിയാടോ താനൊക്കെ ഈ പരട്ട വണ്ടി ഓടിക്കുന്നേ? പിന്നെ അവനൊരു തുക്കട വണ്ടിയും കൂളും ഗ്ലാസും വെച്ച് ഇറങ്ങിയിരിക്കുക. തുക്കട വണ്ടി നിന്റെ അച്ഛന്റെ, അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോയിരിക്ക. അപ്പഴാ ഓരോന്ന്. ചേട്ടാ വിട്ടുകള, അവൾ അറിയാതെ പറഞ്ഞതാ. ഇതാ കുട്ടിയെ ഇന്നലെ കണ്ട. കുട്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ കുറിപ്പിനെ വെറുതെ വിട്ടിരിക്കുന്നു. കുട്ടിയുടെ പേരെന്താ? പേരക്ക? ഓ, തന്നെ പറച്ചിൽ കേട്ടതൊന്നും താൻ മൂക്കി വെച്ച് കേട്ടുന്ന്. എന്റെ ഡ്രസ്സിൽ മൊത്തം ചെളിയാക്കിയതും പറഞ്ഞ് താൻ ഇവിടെ കിടന്ന് കിന്നരിക്കുന്നോ? എന്റെ രുക്കു, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരി. ഭരതേട്ടൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? കണ്ടു, ആ കുട്ടി പറഞ്ഞത് കേട്ടില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞു, എനിക്കറിയാതെ പറ്റിയതാ. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. എന്തായാലും സോറി, അത് വിട്ടുകള. അല്ല, കുട്ടി പേര് പറഞ്ഞില്ലായിരുന്നു? അവനവിടെ എന്ത് തേങ്ങയാ ഉണ്ടാക്കുന്നേ? കുറെ നേരമായല്ലോ. എന്താ കുട്ടി, എന്താ പറ്റിയേ? എന്റെ ചേട്ടാ, ഇത് കണ്ടില്ലേ? ഇയാള് എന്റെ ദേഹത്തേക്ക് മനഃപൂർവ്വം ചെളി തെറിപ്പിച്ച് പോരാഞ്ഞ് ചോദിക്കാൻ ചെന്നപ്പോ ഇയാള് ഞങ്ങളെ വെറുതെ ചീത്ത പറയുക. എടാ സഞ്ജു, നിനക്കൊന്നും വേറെ പണിയില്ലേടാ വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. നിങ്ങൾ പേടിക്കണ്ട പിള്ളേരെ, ഇതിവന്മാരുടെ സ്ഥിരം പരിപാടിയാ. അല്ല, നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആണോ? അതെ ചേട്ടാ. എങ്കിൽ ചെല്ല്, ഇത് ഞങ്ങളെ നോക്കിക്കൊള്ളാം. ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി. താങ്ക് യു ചേട്ടാ. താങ്ക്സ് ഒന്നും വേണ്ട, ചെല്ല്. ശരി ചേട്ടാ, ബൈ. നീയൊക്കെ എപ്പോഴാണ് ഇത്ര വിശാല മനസ്കനായ? അല്ല, പെമ്പിളേരെ കണ്ടാ നിനക്കൊക്കെ അല്ലേലും എവിടെയും ഇല്ലാത്ത ഹൃദയവിശാലതയാണല്ലോ. ഓ, ആരാ ഈ പറയുന്നേ? നിന്റെയൊക്കെ റോഷന്റെ അത്രയും ഹൃദയവിശാലതൊന്നും ഞങ്ങൾക്കില്ലല്ലോ സഞ്ജു. അതിവിടെ എല്ലാവർക്കും അറിയാവിടെ മോനെ മാർട്ടി. അതുകൊണ്ടാണല്ലോ നീ ആ സെക്കൻഡ് ഇയർ കുട്ടിയെ കയറി പിടിച്ചതിന്റെ പേര് സസ്പെൻഷൻ കിട്ടി വീട്ടിലിരുന്നത്. ഒന്ന് പോടെ മോനെ ചിലക്കാണ്ട്. നിന്റെ ഒക്കെ അപ്പനെ വെച്ച പൈസയുണ്ട് എന്റെ കൈ. അതുകൊണ്ട് മോൻ ഇവിടെ കിടന്നധികം ഷോ ഇറക്കാതെ ചെല്ലാൻ നോക്ക്. രക്ഷപ്പെട്ടു എന്റെ കൃഷ്ണ. ഇപ്പോഴെങ്കിലും നീ ഞങ്ങൾക്ക് ക്ലാസ് കാണിച്ചു തന്നല്ലോ. കല്ലു, നീ എന്താലോചിച്ച് നിക്കാ? ഇങ്ങ വാ, ഇവിടെ ഇരിക്കാം. ഹായ്, എക്സ്ക്യൂസ് മീ, നമ്മളിവിടെ ഇരുന്നോട്ടെ? ആ, അതിനെന്താ, ഇവിടെ ഇരുന്നോ. അല്ല, തന്റെ പേരെന്താ? നമ്മുടെ പേര് ഷഹന സാഹിബ്. നിങ്ങളുടെയോ? എന്റെ പേര് രുക്മിണി മധു. ഇത് കല്യാണി. ആ, പിന്നെ ഞാൻ അർജുൻ. ഇത് അമ്മയ, ആമീന്ന് വിളിക്കും.
അതിന് ഇമ്മളെ ഇങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ. അത് നിങ്ങളുടെ തെറ്റല്ലേ. ഞാൻ പിന്നെ മര്യാദക്കാരനായതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് സ്റ്റുഡന്റ്. Good morning, sir. ഗുഡ് മോർണിംഗ് സിറോൺ. ഐ എം എഡ്വിൻ ഫ്രാൻസിസ് കുര്യൻ. ഐ എം യുവർ ക്ലാസ് റെപ്രസെന്റ് ഫോർ സം ഡേയ്സ്. നിങ്ങളുടെ ക്ലാസ് കുറച്ച് മന്ത് ലീവ് ആയിരിക്കും. അതുവരേക്കും ഞാനായിരിക്കും നിങ്ങളുടെ ക്ലാസ് റെപ്രസെന്റ് ആൻഡ് ഓൾസോ യുവർ ഇംഗ്ലീഷ് ടീച്ചർ. സാർ ചുള്ളനാണല്ലോ, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇവള് പണി തുടങ്ങി. നിങ്ങളിവിടെ നിൽക്കണോ? നിങ്ങൾ അറിഞ്ഞില്ലേ കോളേജിൽ വലിയ അടി? അടിയോ? എന്തിന്? അതറിയില്ല, സീനിയേഴ്സാ. കാണണമെങ്കിൽ വാ, നല്ല രസമുണ്ട്. രസമോ? എന്ത് രസം? കോളേജ് തുടങ്ങിയില്ല, അപ്പോഴേക്കും തുടങ്ങിയ അടി. എന്റെ കൃഷ്ണ. കല്ലു, നീ എന്ത് നോക്കി നിക്കാ? ഇങ്ങ വാ പെണ്ണേ. രുക്കു, നീ എങ്ങോട്ടായി തുള്ളിച്ചാടി പോകുന്നേ? അവിടെ എന്താ വല്ല പ്രസാദം കൊടുക്കുന്നുണ്ടോ? കല്ലു, ഇങ്ങോട്ട് വാ, ഇമ്മക്ക് പോയി കാണാം. എന്താ കാര്യം എന്നറിയാലോ. കല്ലു, നീ വരുന്നുണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഞാൻ പോകും. നിക്കരുക്കു, ഞാനും വരുന്നു. അവനല്ലേ രണ്ടെണ്ണം കിട്ടണം, എപ്പോഴുള്ളതാ. അത് ശരിയാ, അവന് രണ്ടെണ്ണം കിട്ടണം. എടാ, എല്ലാവരും ഇത് എങ്ങോട്ടായി പോകുന്നേ? ആർക്കറിയാണ്ടാ. ഏയ് എടാ, എന്താടാ പ്രശ്നം? എന്താ എല്ലാവരും ഗ്രൗണ്ടിലേക്ക് പോകുന്നേ? ചേട്ടന്മാരറിഞ്ഞില്ലേ, ഗ്രൗണ്ടിൽ സീനിയേഴ്സ് തമ്മിൽ അടി. അടിയോ? ആ ചേട്ടാ, ഫുട്ബോൾ ടീംസ് ആണെന്ന് അറിഞ്ഞേ. ഫുട്ബോൾ ടീംസോ? എടാ രജി, റോഷൻ അവനെവിടെ? എന്റെ കർത്താവേ, വന്ന് കേറിയുള്ളൂ, അപ്പോഴേക്കും അവൻ സസ്പെൻഷൻ വാങ്ങും. എടാ വാ, പോയി നോക്കാം.